ആപ്കി അദാലത്തിൽ ടീം ഇന്ത്യയുടെ ഓപ്പണറായ സീക്കർ ധവാന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം ഒരു അന്ധവിശ്വാസിയാണ് എന്നുള്ളതാണ്. സീക്കർ, ഞാൻ കേട്ടത് സത്യമാണോ? താങ്കൾ ഇന്ത്യൻ ടീമിന്റെ ഓപ്പണർ ബാറ്റ്സ്മാനാണ്, പക്ഷേ താങ്കൾ എപ്പോഴും ഫസ്റ്റ് ബോൾ കളിക്കാറില്ല. അതെ, സത്യമാണ്. എപ്പോഴും ആദ്യത്തെ ബോൾ കളിക്കാൻ അത്ര താല്പര്യപ്പെടാറില്ല. പിന്നെ ചില സമയത്തൊക്കെ എങ്ങനെയുള്ള സിറ്റുവേഷനാണ് വരിക എന്ന് വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് ബോളറാണ് ചെയ്യുന്നതെങ്കിൽ രോഹിത് വന്ന് ഉടനെ എന്നോട് പറയും ഈ ബോളറെ ഞാൻ ഫേസ് ചെയ്യണോ എന്ന്. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഫേസ് ചെയ്യും. പിന്നെ എനിക്കും രോഹിത്തിനും ഒരു പാറ്റേൺ സെറ്റായിട്ടുണ്ട്, അത് രോഹിത് തന്നെ ഫേസ് ചെയ്യും. പിന്നെ ഞാൻ റണ്ണിങ് എൻഡിൽ നിൽക്കുന്നതാണ് പ്രിഫർ ചെയ്യുക. രോഹിത് എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് താങ്കളോട് ധോണി ഓപ്പണിംഗ് ചെയ്യാൻ പറഞ്ഞപ്പോ അദ്ദേഹം താങ്കളുടെ അടുത്തേക്ക് വന്ന് നീ ഫസ്റ്റ് ബോൾ ഫേസ് ചെയ്യണം, പക്ഷേ താങ്കൾ അത് പറ്റില്ലെന്ന് പറഞ്ഞത്. അതെ, ശരിയാണ്. അപ്പോൾ ഞാനും ടീമിൽ കംബാക്ക് കൊടുത്തതായിരുന്നു. പിന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനിപ്പോൾ ജസ്റ്റ് കംബാക്ക് നടത്തിയിട്ടേ ഉള്ളൂ, പുതുതായിട്ട് വന്നതാണ്, രണ്ടുപേരും ഈക്വലാണ്, അതുകൊണ്ട് നിങ്ങൾ തന്നെ ചെയ്യുന്നു, ഞാനിവിടെ തന്നെ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഓക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. സാരമില്ല, ഞാൻ നോക്കിക്കോളാം, നീ കളിക്കുന്നു പറഞ്ഞു. രോഹിത് പറഞ്ഞിരുന്നു മറ്റൊരു തന്ത്രം ഉണ്ടെന്ന്. അതെ, മൈതാനത്തിലേക്ക് വരുന്നതിന് മുൻപ്, ബാറ്റിങ്ങിന് മുൻപ് ആദ്യം ടോയ്ലറ്റിൽ പോയിട്ട് വരുന്നു. അതെ, അത് സത്യമാണ്. അതായത് ഈ ബാറ്റിങ്ങിന്റെ സമയത്തൊക്കെ പ്രഷർ നമുക്ക് കൂടുതലായിരിക്കും. മെന്റൽ പ്രഷറിന്റെ കൂടെ തന്നെ വേറൊരു പ്രഷറും കൂടി വരും. അതുകൊണ്ടാ അദ്ദേഹം ചോദിക്കുന്നത് ആദ്യത്തെ ബോൾ ഞാനാണ് ഫേസ് ചെയ്യുന്നത്, പക്ഷെ ഇവൻ എന്താണ് ഇങ്ങനെ? കാരണം അടുത്ത ബോൾ ഞാൻ ഫേസ് ചെയ്യണമല്ലോ, അതുകൊണ്ടാ. താങ്കൾ ആദ്യത്തെ ബോൾ ഫേസ് ചെയ്യാതിരിക്കുന്നതിൽ എന്തെങ്കിലും തന്ത്രമുണ്ടോ? അല്ല, കംഫർട്ട് ലെവലിന്റെ കാര്യമാണ്. പിന്നെ ചില സമയത്ത് പറഞ്ഞു വരുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ അടുത്ത് ബാറ്റിംഗ് ചെയ്യാൻ വേണ്ടി ഒരുപാട് യങ്സ്റ്റേഴ്സ് വരും. ഞാൻ അവരോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമെന്ന്. അപ്പോൾ അവർ നോൺ സ്ട്രൈക്കർ എൻഡിൽ നിൽക്കണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ നിൽക്കാൻ പറയും. കാരണം ആസ് എ സീനിയർ അതെൻ്റെ കടമയാണ്, അവരെ കംഫർട്ടബിൾ ആക്കേണ്ടത് എൻ്റെ കടമയാണ്. പിന്നെ ഞാനും രോഹിത്തും ആണെങ്കിൽ അതൊരു ബ്രദർലിഹുഡിൻ്റെ കാര്യമാണ്. സോ നീ തന്നെ പോയിട്ട് അത് ഫേസ് ചെയ്യുമെന്ന് ഞാൻ പറയും. ബ്രദർലിഹുഡ് കാര്യമാണെങ്കിൽ ഇത്രത്തോളം പോവൂ? അതായത് അദ്ദേഹത്തോട് താങ്കൾ ഷൂസ് ചോദിക്കുന്നു, ഗ്ലൗസ് ചോദിക്കുന്നു, അതുപോലെ ബാറ്റും ചോദിക്കുന്നു? തീർച്ചയായും. താങ്കളുടേത് എവിടെ വെച്ചിട്ടാണ് വരുന്നത്? ഞാൻ കുറച്ച് കെയർലെസ് ആയിരിക്കും. ചില സമയത്തൊക്കെ ഞാൻ ഷോക്സ് മറക്കും, ചില സമയത്ത് ഞാൻ ട്രൗസറിൻ്റെ കാര്യം മറക്കും. അപ്പോൾ ഞാൻ മറ്റ് പ്ലേയേഴ്സിനോട് ചോദിച്ചു വാങ്ങും, കാരണം അവരുടെ കയ്യിൽ എക്സ്ട്രാ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ സ്ഥിരം നടക്കുന്നതാണ്. അവർക്കറിയാം ഞാൻ എന്തെങ്കിലുമൊക്കെ മറന്നിട്ട് വരുമെന്ന്. പിന്നെ ഇവൻ രോഹിത് എന്നേക്കാളും വലിയ മറവിക്കാരനാ. അവനും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മറക്കാറുണ്ട്. അവൻ മറന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല സാർ. ശരി, ആരെങ്കിലുമൊക്കെ ഒന്ന് ഗസ് ചെയ്ത് രോഹിത് മറക്കുന്ന കാര്യങ്ങളെ പറ്റി. അദ്ദേഹം പാസ്പോർട്ട് മറന്നിട്ടുണ്ട്, പിന്നെ ഐപാഡ് മറന്നിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹം ഫ്ലൈറ്റിൽ വെച്ച് മറന്നിട്ട് വരും. പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് അതൊക്കെ തിരിച്ചു വാങ്ങിക്കും. സോ രോഹിത്തും ഇങ്ങനെയാണ്. ഞങ്ങൾ രണ്ടുപേരും ഇക്കാര്യത്തിൽ ഒരേപോലെ. ഞാൻ വിരാട് കോഹ്ലിയെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു രോഹിത് എപ്പോഴും ഒരു സ്ലാങ്ങിലാണ് സംസാരിക്കുന്നതെന്ന്. അതെ, സത്യമാണ്. അദ്ദേഹം നല്ല മൂഡിലാണെങ്കിൽ ആ ഒരു സ്ലാങ്ങിൽ അദ്ദേഹം സംസാരിക്കും. അതായത് നോക്കുകയാണെങ്കിൽ ഈ മുംബൈയുടെ ലോക്കൽ ലാംഗ്വേജിൽ ആ സ്റ്റൈൽ അദ്ദേഹത്തിന് ഉണ്ടാവും. അതേപോലെ തന്നെ മുംബൈയുടെ മറ്റൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതായത് നമ്മൾ ആരോടെങ്കിലുമൊക്കെ വഴി ചോദിച്ചാൽ അവരിങ്ങനെ കാണിക്കുക. ഇത് മുംബൈയുടെ ഒരു സ്റ്റൈലാണ്. ഞാൻ ആദ്യ തവണ പോയപ്പോൾ ശ്രദ്ധിച്ചു, എന്നിട്ട് ചിന്തിച്ചു എന്താ ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. ഡൽഹി പോയാൽ അവിടെ വേറെ രീതിയിലാണ് ചെയ്യുക. സോ പ്ലേയേഴ്സിനെ ആരെങ്കിലുമൊക്കെ വിളിക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്യാറുണ്ട്. രോഹിത് ഇങ്ങനെയുള്ള ആക്ഷനൊക്കെ ചെയ്യാറുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കളിക്കുന്ന സമയത്ത് ധാരാളം സമയം ഗ്രൗണ്ടിൽ സ്പെൻഡ് ചെയ്യാറുണ്ടോ? രണ്ടുപേരും ഔട്ട് ആകാറില്ല. പക്ഷെ അത്രയും സമയം നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ, അതായത് എങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെന്ന്, പിന്നെ അതുപോലെ ഇത്രയും റെസ്റ്റ് എടുക്കേണ്ടത് ആവശ്യമാണോ അല്ലയോ എന്ന്, അടുത്തതായിട്ട് എന്താ ചെയ്യുക എന്നും ചിന്തിക്കും. പിന്നെ ഞാൻ ഈ അടുത്തൊരു വേൾഡ് കപ്പ് മാച്ച് കളിച്ചു. എനിക്ക് കാലിൽ പരിക്ക് പറ്റി. എനിക്ക് 25-27 റണ്ണിൽ ഇഞ്ചുറി ആയി. ഞാൻ രോഹിത്തിനോട് പറഞ്ഞു എനിക്ക് ഇനി വലിയ ഷോട്ടൊന്നും കളിക്കാൻ പറ്റില്ല എന്ന്. പിന്നെ ഇനി അങ്ങോട്ട് എനിക്ക് വലിയ ഷോട്ടുകൾ കളിക്കാൻ പറ്റില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. നമ്മൾ ടീമിനൊരു നല്ല ബേസ് കൊടുത്തിട്ടുണ്ട്. ഒരു 70 റണ്ണായാൽ ഞാൻ പുറത്തേക്ക് പോവാമെന്ന്. പിന്നെ വേറെ ആരെങ്കിലും വന്നാൽ അവർ നല്ലോണം കളിച്ചോളൂ എന്ന് പറഞ്ഞു. വലിയ ഷോട്ട് കളിക്കാനുള്ള പവർ ഇപ്പോൾ എൻ്റെ കൈക്കില്ല. അങ്ങനെ രോഹിത്തിനോട് പറഞ്ഞു. ആ കോമ്പിനേഷൻ ശരിക്കും വളരെ യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ രോഹിത് പറഞ്ഞത് എപ്പോഴും 5-6 റൺ തുടർച്ചയായിട്ട് കളിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞു. ഞാനത് കേട്ട് തുടർച്ചയായിട്ട് കളിച്ചു. പിന്നെ ഞങ്ങൾ 100 റൺ പാർട്ട്ണർഷിപ്പിലെത്തി. രോഹിത് 70 റണ്ണെടുത്ത് ഔട്ടായി. അപ്പോഴേക്കും എൻ്റെ പെരുവിരലിന് പരിക്ക് പറ്റിയിരുന്നു. ഞാൻ പെയിൻ കില്ലർ കഴിച്ചിരുന്നു.
പിന്നെ എൻ്റെ വിരലിന് വേദന കൂടി. ഞാനപ്പോൾ സെഞ്ചുറിയും അടിച്ചു. അങ്ങനെ ഞങ്ങൾക്കിടയിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ യൂസ്ഫുൾ ആയിരുന്നു. അതിൻ്റെ ക്രെഡിറ്റൊക്കെ ഫുള്ള് രോഹിത്തിന് തന്നെയാണ്. കാരണം ആ കമ്മ്യൂണിക്കേഷൻ എനിക്ക് ആ സമയത്ത് വളരെ യൂസ്ഫുൾ ആയിട്ട് തന്നെ മാറി. സോ ഞങ്ങൾക്കിടയിൽ എല്ലാ മാച്ചുകളിലും നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. കൂടെ തന്നെ ഇടയ്ക്ക് കോമഡി ഉണ്ടാവും. അത് ഉണ്ടാവേണ്ടത് ആവശ്യമാണല്ലോ. എന്ത് കോമഡി ചെയ്യുന്നത്? എന്ത് കോമഡി ചെയ്യുമെന്ന് വെച്ചാൽ അതായത് ഞാൻ ചിലപ്പോൾ പാട്ട് പാടും. പിന്നെ ആ സമയത്ത് എനിക്ക് തോന്നുന്ന കോമഡികളൊക്കെ ഞാൻ പറയും. അങ്ങനെയൊക്കെയാണ് നടക്കാറ്. അങ്ങനെയാണ് ഞങ്ങൾ പ്രഷർ കുറയ്ക്കുക. ഹാർദിക്കിനോടൊപ്പം ശരിക്കും എൻജോയ് ചെയ്യുമെന്ന് കേട്ടു, അത് ശരിയാണോ? അതെ, അത് പിന്നെ എപ്പോഴും നടക്കുന്നതാണ്. ഹാർദിക്കിന്റെ കൂടെ ഞാൻ എപ്പോഴും ചുമ്മാ കളിയാക്കാൻ വേണ്ടിയൊക്കെ നടക്കാറുണ്ട്. അദ്ദേഹവും എനിക്ക് ചേർന്ന ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല യോജിപ്പാണ്. സന്തോഷം നമ്മൾ എത്രമാത്രം പങ്കുവയ്ക്കുന്നുവോ അത് വളരെ നല്ല കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങളെപ്പോഴും സന്തോഷം പങ്കുവയ്ക്കും. അദ്ദേഹം ഒരു 23-24 വയസ്സുള്ള ആളാണ്. ഞാനും ആ ലെവലിലേക്ക് തന്നെ ഇറങ്ങിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ തമാശകൾ പറയും, എൻജോയ് ചെയ്യും. വിരാട് പറഞ്ഞിരുന്നു വാക്കുകളിൽ ഒരു നിയന്ത്രണവും ഇല്ലെന്ന്. ആര്? ഹാർദിക്കോ? അതെ, ഹാർദിക്കിന്. എന്താ? ഇല്ല, അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അതായത് നോക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാ, ഈ പിള്ളേരൊക്കെ യങ്ങായിരിക്കുന്ന സമയത്ത് ഞാനും യങ്ങായിരുന്നല്ലോ. ഞാനും അതുപോലുള്ള പല കാര്യങ്ങളും കടന്നു തന്നെയാണ് വന്നിരിക്കുന്നത്. ബട്ട് ഈസ് എ ഗുഡ് ബോയ്, വെരി ഗുഡ് ബോയ്. അദ്ദേഹം നമ്മുടെ കൺട്രിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. സോ ഐ വിഷ് ഹിം ബെസ്റ്റ് ഓഫ് ലക്ക്. പിന്നെ ഋഷഭ് പന്തിന്റെ കാര്യത്തിൽ പല ചർച്ചകളും നടക്കുന്നുണ്ട്. അദ്ദേഹം താങ്കൾക്ക് ഫേവറേറ്റ് ആണോ? ഋഷഭ്, അതെ, എനിക്ക് എല്ലാവരും ഫേവറേറ്റ് ആണ്. ഋഷഭ് വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പയ്യനാണ്. അദ്ദേഹത്തിന് ഒരുപാട് ടാലൻ്റ് ഉണ്ട്. അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അദ്ദേഹം താങ്കളുടെ മടിയിൽ വന്നിരുന്നു. അതെ, മടിയിൽ വന്നിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഒന്ന് എഴുന്നേൽക്ക്, അവർ ഫോട്ടോ എടുക്കുകയാണ്, നീ എന്താ മടിയിൽ വന്നിരിക്കുന്നേ, നീ ഇത് നോക്ക്. മടിയിലിരുത്താൻ മാത്രമുള്ള സ്നേഹം എന്തൊന്നും ആൺകുട്ടികളോട് എനിക്കില്ലാന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിനൊരു 20 അല്ലെങ്കിൽ 21 വയസ്സേ ഉണ്ടാവൂ. പറയുന്നതൊന്നും ആരും കേൾക്കില്ല. ആ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ അങ്ങനെയാണല്ലോ. യങ്സ്റ്റേഴ്സ് അങ്ങനെയൊക്കെ ചെയ്യും. അദ്ദേഹം ഇരുന്നു, പിന്നെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു, നടന്നില്ല. ശരി, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിന്നെ മടിയിലിരുന്നു കൊണ്ട് തന്നെ ഫോട്ടോ എടുത്തു. പിന്നെ എല്ലാവരും അപ്പോൾ സന്തോഷത്തിലായിരുന്നു. അതായത് 21 വയസ്സൊക്കെ ഉള്ള ഒരു പയ്യൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ ആ സമയത്ത് നല്ല സന്തോഷം തോന്നണമല്ലോ. എല്ലാവരും അങ്ങനെ ആവണമല്ലോ. അത്രേ നടന്നുള്ളൂ. പക്ഷേ താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ, അദ്ദേഹം ബാറ്റിങ്ങിൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണം, നന്നായിട്ട് റൺ എടുക്കണം. പക്ഷെ അദ്ദേഹം ഇപ്പം നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നില്ലെന്നുള്ള കാര്യം. അല്ല, ശ്രദ്ധിക്കുന്നുണ്ട്, പിന്നെ നല്ലോണം അധ്വാനിക്കുന്നുണ്ട്. ചില സിറ്റുവേഷനുകളിൽ എത്ര തന്നെ ശ്രമിച്ചിട്ടും ചിലപ്പോൾ നടക്കില്ല. ആ ഒരു ജേണിയിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതിനെപ്പറ്റി നോക്കുകയാണെങ്കിൽ അത് ഋഷഭിൻ്റെ കാര്യം മാത്രമല്ല, എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. എനിക്ക് സംഭവിച്ചിട്ടുണ്ട്, എനിക്കറിയാവുന്ന പലർക്കും സംഭവിച്ചിട്ടുണ്ട്. സോ അതൊക്കെ ക്രിക്കറ്റേഴ്സിൻ്റെ ജീവിതത്തിലൊരു പാർട്ടാണ്. ഐ ആം ഷുവർ അദ്ദേഹം വലുതായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കും. ആൻഡ് അദ്ദേഹം ഒരു നല്ല പ്ലെയറാണ്. ഉറപ്പായിട്ടും അദ്ദേഹം നല്ലോണം സ്കോർ ചെയ്യണം. എനിക്ക് വളരെ നന്നായിട്ട് അറിയാം അദ്ദേഹത്തെ. അദ്ദേഹം വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയറാണ്. ഇംഗ്ലണ്ടിൻ്റെ കൂടെയുള്ള ടെസ്റ്റ് മാച്ചിൽ അദ്ദേഹം സെഞ്ചുറി അടിച്ചിരുന്നു. സോ അദ്ദേഹം ഇങ്ങനെ നല്ലോണം കഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ഉറപ്പായിട്ടും അതിനുള്ള വിജയവും അദ്ദേഹത്തിന് നേടാൻ സാധിക്കും. യങ് ഏജിൽ ഒരു കൈയിൽ ഷോട്ട് അടിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണോ? അല്ല, അദ്ദേഹം IPL 1 ഹാൻഡ് ഷോട്ട് അടിച്ചിരുന്നു, അതിൽ 6 അടിച്ചിരുന്നു. പിന്നെ ഈ അടുത്തായിട്ടുള്ള എല്ലാ മാച്ചുകളിലും അദ്ദേഹം 2 കൈ കൊണ്ടും തന്നെയാണ് കളിച്ചത്. ആൻഡ് ഇനി അങ്ങോട്ടും അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് ഒരുപാട് 6കൾ പിറക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മഹേന്ദ്ര സിംഗ് ധോണിക്കും വിരാട് കോഹ്ലിക്കും നടുക്ക് വലിയൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. വിരാട് ധോണിക്ക് വളരെയധികം റെസ്പെക്ട് കൊടുക്കുന്നു എന്നുള്ള കാര്യം. അതിനെക്കുറിച്ച് നിങ്ങൾ പ്ലേയേഴ്സിനുള്ളിൽ സംസാരിക്കാറുണ്ടോ? ഉറപ്പായിട്ടും സംസാരിക്കും. ധോണി ബ്രോയുടെ മേലെ എല്ലാവർക്കും ഒരുപാട് ബഹുമാനമുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ക്യാപ്റ്റൻ പദവി വഹിച്ച ആളാണ്. പിന്നെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും പ്ലേയേഴ്സിന് വേണ്ടിയും ചെയ്തിട്ടുണ്ട്. ആൻഡ് വി ആർ വെരി ഗ്രേറ്റ്ഫുൾ. പിന്നെ വിരാട്ടും നിങ്ങൾ പറഞ്ഞ പോലെ അഭിനന്ദനം അർഹിക്കുന്ന ഒരാളാണ്. പിന്നെ ധോണി അദ്ദേഹത്തെ യങ് ആയിരുന്ന സമയത്ത് ഒരുപാട് ഗൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ക്യാപ്റ്റൻ ആയതിനു ശേഷവും ആ ക്യാപ്റ്റൻസിയിലും ഒരുപാട് കാര്യങ്ങൾ ധോണി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നോളജ് കൊടുത്തിട്ടുണ്ട്. അത് ഒരു വലിയ ലീഡറിന്റെ ക്വാളിറ്റി തന്നെയാണ്. പിന്നെ വിരാടിനെയും ഈ കാര്യത്തിൽ ഞാൻ അഭിനന്ദിക്കണം. കാരണം ഈ ക്വാളിറ്റി അദ്ദേഹത്തിനും ഉണ്ട്. ആ ഒരു റെസ്പെക്ട് അദ്ദേഹം എപ്പോഴും തിരിച്ചു കൊടുക്കുന്നുണ്ട്. ആൻഡ് ഹീ ഈസ് ഷോയിങ് ഗ്രാറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ധോണി ബ്രോ. ബോത്ത് ആർ ഗ്രേറ്റ്. താങ്കൾ ധോണിയുടെ കൂടെ കളിക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം അനുഭവപ്പെടാറുണ്ടോ? അതായത് മറ്റുള്ള കളിക്കാരുടെ കൂടെ കളിക്കുന്നതിനേക്കാൾ? ധോണി ബ്രോയുടെയും പിന്നെ ബാക്കിയുള്ളവരുടെയും കൂടെ കളിക്കുമ്പോൾ ക്രീസിലുള്ള സമയത്ത് ധോണി ബ്രോയുടെ കൂടെ ഞാൻ ഒരിക്കലും ക്രീസിൽ നിന്നിട്ടില്ല. കാരണം അദ്ദേഹം വരുമ്പോഴേക്കും ഞാൻ എൻ്റെ പണി കഴിഞ്ഞ് അകത്ത് പോയിട്ടുണ്ടാവും, ഞാൻ ഔട്ടായിട്ടുണ്ടാവും. സോ അദ്ദേഹത്തിന് അറിയാം, ഹീ ഈസ് ക്ലവർ. സോ അദ്ദേഹത്തിന് ഇത്രയൊക്കെ ചെയ്യണം, ഇത്രയൊക്കെ ചെയ്യേണ്ട എന്നതിൽ കൃത്യമായിട്ടൊരു വ്യക്തതയുണ്ടാവും. അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും.
ഒരു ക്യാപ്റ്റനായിരുന്നു കൊണ്ട് എല്ലാവരോടും പറയും, നീ നന്നായിട്ട് കളിക്ക്, നല്ലോണം അടിച്ച് കളിക്ക്. പിന്നെ ഐ വിൽ ഫോളോ ഹിസ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഐ വിൽ ഡു ദാറ്റ്. കാരണം അദ്ദേഹം ടീമിന് വേണ്ടി നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഏത് സിറ്റുവേഷനിലായാലും ശരി. വളരെ വളരെ വലിയൊരു പ്ലെയർ തന്നെയായിരുന്നു അദ്ദേഹം. ഒരു സക്സസ്ഫുള്ളായ പ്ലെയർ തന്നെയാണ് അദ്ദേഹം. ഞങ്ങൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞങ്ങൾ നിൽക്കാറുണ്ട്. താങ്കളുടെ മറ്റൊരു പാർട്ടാണ് ജസ്പ്രീത് ബുംറ. അതെ സർ. അദ്ദേഹത്തെക്കുറിച്ച് പല ചർച്ചകളും ഉണ്ട്. അദ്ദേഹത്തിന്റെ ബോളിംഗ് ആക്ഷനെ കുറിച്ചാണ് കൂടുതലും. മറ്റൊരു കാര്യം, അദ്ദേഹം എവിടെ നിന്നാണ് ബോൾ ഇടുന്നത് പോലും അറിയില്ല. സത്യമാണ്. അദ്ദേഹത്തിന്റെ ബോളിംഗ് ആക്ഷൻ കുറച്ച് വ്യത്യസ്തമായ ഒന്നാണ്. എന്നോട് ആരോ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന്റെ റൂമിൽ ഹൈറ്റ് കുറവായതുകൊണ്ട് ഇതുപോലെ കുനിഞ്ഞിട്ടൊക്കെ ബോൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യും. സോ അദ്ദേഹത്തിന്റെ ആക്ഷൻ എങ്ങനെ തന്നെ ആയാലും അത് ബാറ്റ്സ്മാൻമാർക്കൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. അതേപോലെ അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് വേണ്ടി നന്നായി കളിക്കുന്നുണ്ട്. വേൾഡ് നമ്പർ 1 ബോളറാണ്. ആൻഡ് ഹി ഈസ് വെരി വെരി ഡിസിപ്ലിൻഡ്, ഹാർഡ് വർക്കിംഗ്. അത് ഫിറ്റ്നസിന്റെ കാര്യമാണെങ്കിലും മെന്റൽ ഹെൽത്തിന്റെ കാര്യമാണെങ്കിലും ശരി, ഈവൻ ഫുഡിന്റെ കാര്യമാണെങ്കിലും ശരി, എല്ലാത്തിലും അദ്ദേഹം കൺട്രോൾഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോഴൊക്കെ ഡ്രസ്സിംഗ് റൂമിൽ ഫിറ്റ്നസിന്റെ കാര്യത്തിൽ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടോ? അതെ സർ, സത്യമാണ്. എല്ലാവരും ഫിറ്റ്നസിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ ചെലുത്തുന്നവരാണ്. ഇതൊരു പുതിയ കൾച്ചറാണ്. ഇതൊരു നല്ല കൾച്ചറുമാണ്. കാരണം എല്ലാവരും ഫിറ്റ്നസിൽ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവർക്കും നമ്മുടെ ഡെക്സാ സ്കാൻ നടത്തും. അതിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം ഫാറ്റ് ഉണ്ട്, എത്രമാത്രം മസിൽ ഉണ്ടെന്ന്. സോ അത് നമുക്കൊരു ഇൻഡിക്കേറ്റർ ആയിരിക്കും. അതായത് എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം, ഡയറ്റ് മാറ്റണോ വേണ്ടയോ, എവിടെയൊക്കെ നമുക്ക് തെറ്റുന്നു, എന്തൊക്കെ ശരിയാണ്, അത് നമുക്കൊരു മിറർ പോലെയാണ്. അതിൽ നോക്കി നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മളെ തിരുത്താൻ സാധിക്കുന്നതാണ്. അതിൻ്റെ കൂടെ ഫിറ്റ്നസ് ടെസ്റ്റും ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ തന്നെ ഡെക്സയും കൂടെ ഉണ്ടാവും. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാൻ ആഗ്രഹമുണ്ടോ? സർ, എല്ലാവർക്കും ഇക്കാര്യം അറിയാവുന്നതാണ്. 2010 താങ്കളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. 2013 ചാമ്പ്യൻസ് ട്രോഫി നടന്നപ്പോൾ താങ്കൾ ഒരു ലൈൻ ലൈഫിലെത്തി. അതിനുശേഷം എല്ലാവർക്കും ബോധ്യമാവുന്ന രീതിയിൽ കഴിവുകൾ തെളിയിച്ചു. സർ, എനിക്കറിയേണ്ടത് ഇത്രയേ ഉള്ളൂ. 2010 മുതൽ 2013 വരെ ഉള്ള ആ കാലഘട്ടത്തിലെ സ്ട്രഗിൾ താങ്കൾ എങ്ങനെയെല്ലാം കഷ്ടപ്പെട്ടു, അതെല്ലാം എങ്ങനെ ഫേസ് ചെയ്തു, താങ്കളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരുന്നു, താങ്കൾ ശരിക്കും വിഷമിച്ചിരുന്നോ? 2010 ഞാൻ കളിക്കാൻ വന്ന സമയത്ത് 2 മാച്ച് ഞാൻ കളിച്ചിരുന്നു. പിന്നെ ഞാൻ പുറത്തായി. അതിനുശേഷം എൻ്റെ എൻട്രി എങ്ങനെയാണ് ഉണ്ടായതെന്ന് വെച്ചാൽ, സാർ പറഞ്ഞതുപോലെ വീരു ബ്രദർ പിന്നെ ഗൗതി ബ്രദർ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയ സമയത്ത് അവർക്ക് പകരം എനിക്ക് ഈ അവസരം കിട്ടി. ഞാൻ അതുവരെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സ്ട്രഗിള് നേരിട്ടിട്ടേ ഇല്ല. കാരണം അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുകയില്ല. അതായത് 2010 മുതൽ 2013 വരെ ഞാൻ എൻ്റെ ക്രിക്കറ്റ് എൻജോയ് ചെയ്തിരുന്നു. എനിക്ക് ഈ ക്രിക്കറ്റ് എന്ന് വെച്ചാൽ ജീവനാ. സോ അതുകൊണ്ട് ദിവസവും കളിക്കാൻ വേണ്ടിയൊക്കെ പോകുന്നത്, പിള്ളേരുടെ കൂടെ ജോളിയായിട്ട് ചുറ്റുന്നത്, ഗ്രൗണ്ടിൽ വെച്ച് തമാശ പറയുന്നത്, അതുപോലെ ഞാൻ എൻ്റെ ബാറ്റിങ്ങിലും ഫിറ്റ്നസ്സിലും ഒക്കെ നന്നായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യുമായിരുന്നു. സോ ആ ഒരു ഫ്ലോയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എൻ്റേതായിട്ടുള്ള അവസരം കിട്ടുമ്പോൾ എനിക്കത് അറിയാൻ പറ്റും. അഥവാ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം എൻജോയ് ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം എപ്പോൾ നോക്കിയാലും സ്ട്രെസ്ഡ് ആയിട്ടിരുന്നാ നമുക്ക് ഈ നിമിഷത്തിൽ നിൽക്കാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ ഭാവിയും അതുപോലെ ഡേഞ്ചർ ആവും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എനർജിയോടുകൂടി സന്തോഷത്തോടെ ഇരിക്കണം, ബ്ലെസ്ഡ് ആയിരിക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ ഫ്യൂച്ചർ നന്നായിട്ട് മാറൂ. അത് എല്ലാ തരത്തിലും. പിന്നെ ഫ്യൂച്ചറിൽ താങ്ക് യു. സർ, വേൾഡ് കപ്പ് ടീമിൽ നിങ്ങളൊരു പ്രധാനപ്പെട്ട പ്ലെയർ ആയിരുന്നു. നെക്സ്റ്റ് ഇയർ വേൾഡ് കപ്പ് വരുന്നുണ്ടല്ലോ, അതിന് എന്ത് പ്ലാനാ സാർ നിങ്ങളുടെ പക്കലുള്ളത്? സ്പെഷ്യൽ പ്ലാനിങ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും എൻ്റെ ഫിറ്റ്നസ്സിൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കണം. കൈക്കും കാലിനൊന്നും പരിക്ക് പറ്റാൻ പാടില്ല. പിന്നെ ടീമിന് ഒരു ഗോൾ ഉണ്ടാവും. ഞങ്ങൾക്ക് എപ്പോഴും ഒരു ഡയറക്ഷൻ തന്നുകൊണ്ടിരിക്കും. അതായത് നമ്മൾ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം എന്നൊക്കെ. ആ റോൾ ഞാൻ നന്നായിട്ട് തന്നെ നിറവേറ്റേണ്ടതുണ്ട്. കറക്റ്റായിട്ട് പ്രവർത്തിക്കണം. ഞാൻ നൽകിയ വാക്കുകൾ ഞാൻ പാലിക്കും. അതിൽ ഞാൻ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കും. പറഞ്ഞു വരുമ്പോൾ ഞാൻ ഗ്രൗണ്ടിൽ ഇറങ്ങി 100 റൺ അടിക്കണം, 200 റൺ അടിക്കണം എന്നൊന്നും ഒരിക്കലും ചിന്തിക്കാറില്ല. പക്ഷേ ഞാൻ എപ്പോഴും അതിനുവേണ്ടി എഫേർട്ടുകൾ ഇടാറുണ്ട്. എൻ്റെ മുഴുവൻ എഫേർട്ടുകൾ ഞാൻ ഇടാറുണ്ട്. താങ്ക് യു സർ. ശിഖർ, താങ്കൾ ഈ കാര്യം മനസ്സിലാക്കി. അതുകൊണ്ട് ജനങ്ങൾ താങ്കളെ ഇഷ്ടപ്പെടുന്നു. താങ്കൾ ഈ മീശ പിരിക്കുന്നത് എപ്പോഴാണ് തുടങ്ങിയത്? മീശ പിരിക്കുന്നതാണോ? അത് നോക്കുകയാണെങ്കിൽ എപ്പോഴാണ് ഫേമസ് ആയെന്ന് വെച്ചാൽ, ടെസ്റ്റ് ഡെബ്യൂട്ടിൽ ഞാൻ സെഞ്ചുറി അടിച്ച സമയത്താണ് ഇത് ഫേമസ് ആയത്. അതിന് മുന്നേ തന്നെ എനിക്ക് മീശ ഉണ്ടായിരുന്നു. ഈ കാര്യം എനിക്ക് വളരെ ഇഷ്ടമാണ്. അതായത് ആരെങ്കിലും കാണുമ്പോൾ മീശ ഇങ്ങനെ പിരിക്കുന്നത് അതൊരു ആണത്തത്തിൻ്റെ പ്രതീകമായിട്ട് ഞാൻ കാണുന്നു, മീശ ഇങ്ങനെ പിരിച്ചു വയ്ക്കുന്നത്. സോ അതെന്നെ ഫാസിനേറ്റ് ചെയ്യാറുണ്ട്. സോ ഞാനത് വളരെ ഇഷ്ടപ്പെട്ട് ചെയ്ത കാര്യമാണ്. പിന്നെ ഞാൻ ടെസ്റ്റ് ഡെബ്യൂട്ടിൻ്റെ അന്ന് സെഞ്ചുറി അടിച്ച സമയത്ത് ടീ ബ്രേക്കിന് വേണ്ടി പുറത്തു വന്നപ്പോൾ മീശ പിരിച്ചുകൊണ്ട് ഞാൻ ജനങ്ങളെ നോക്കുമായിരുന്നു. അതൊരു അഭിമാനിക്കുന്ന കാര്യമായിട്ട് ഞാൻ ഫീൽ ചെയ്തു. TV ആക്ഷനിൽ കാണിക്കുന്നത് പോലെ ഇപ്പോൾ താങ്കൾക്ക് ചെയ്യാൻ സാധിക്കുമോ? ചെയ്യാം. പക്ഷേ എനിക്കിപ്പോൾ പിരിക്കാൻ മാത്രം മീശ ഇല്ല. എന്നാലും അതേ മുഖം തന്നെയാണ്, അതേ കണ്ണുകൾ തന്നെയാണ്. സോ ചെയ്യാം.